എവിടെയാണോ തന്റെ പ്രിയപ്പെട്ട മകൾക്ക് വേണ്ടി നിങ്ങൾ ഒരു ഇണയെ അന്വേഷിക്കുന്നതെങ്കിൽ നിങ്ങൾ സ്വഭാവം നോക്കണേ. നിങ്ങൾ ആ മനുഷ്യന്റെ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ ദീന് നോക്കണേ. എന്നിട്ട് നിങ്ങൾ ദീനുള്ള പെണ്ണിനെ മുന്തിക്കണേ. സ്വന്തം മകന് വേണ്ടി മകൾക്ക് വേണ്ടി ഒരു ഇണയെ അന്വേഷിക്കുമ്പോ, കുടുംബ മഹിമ നിങ്ങൾ അന്വേഷിക്കുമ്പോ, തറവാട് മഹിമ നിങ്ങൾ അന്വേഷിക്കുമ്പോ, സമ്പത്ത് നിങ്ങൾ അന്വേഷിക്കുമ്പോ, സൗന്ദര്യം മാനദണ്ഡമാക്കുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വസ്തുത അവരുടെ സൗന്ദര്യമോ സമ്പത്തോ അതുപോലുമല്ല. ദീനുള്ള പെണ്ണിനെയാണ് നിങ്ങൾ മുന്തിക്കേണ്ടത്. ദീനുള്ള വരനെയാണ് നിങ്ങൾ മുന്തിക്കേണ്ടത്. അതാണ് നിങ്ങൾക്ക് ഉത്തമമെന്ന് ലോകത്തിന്റെ ഹബീബ് മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയെത്ര മഹാരഥന്മാരായ ആളുകളാണ് പണത്തിന്റെ ഏറ്റവും വലിയ രൂപങ്ങൾ മുന്നിൽ വന്നിട്ടും തന്റെ സുന്ദരിയായ മക്കളെ, ദീനറിയുന്ന പിതാക്കൾ, പാവപ്പെട്ട ഫഖീറായി ജീവിച്ചിട്ടും അവർക്ക് മതമുണ്ട് എന്ന കാര്യത്തിന്റെ പേരിൽ വിവാഹം ചെയ്തു കൊടുത്തത്. അബ്ദുൽ മലിക് ഇബ്നു മർവാൻ എന്ന് പറയപ്പെടുന്ന ഭരണാധികാരി മദീനയിലേക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളയുടെ അരികിലേക്ക് ഡമസ്കസിൽ നിന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗള കാണാൻ വരുന്നൊരു സന്ദർഭം ചരിത്രം പറയുന്നുണ്ട്. അബ്ദുൽ മലിക് ഇബ്നു മർവാൻ തന്റെ രാജ്യമായ താൻ ഭരിക്കുന്ന ഡമസ്കസിൽ നിന്ന് അല്ലാഹുവിന്റെ റൗള ശരീഫയുടെ അരികിലേക്ക് മദീന പള്ളിയിലേക്ക് തന്റെ പരിവാരങ്ങളും ഒന്നിച്ച് കടന്നു വരുന്ന രാജ്യം ഭരിക്കുന്ന അബ്ദുൽ മലിക് ഇബ്നു മർവാൻ. ആ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ മസ്ജിദ് നബവിയിലെത്തുമ്പോ മസ്ജിദ് നബവിയുടെ 3 ഭാഗങ്ങളിലായി അല്ലാഹുവിന്റെ തൗഹീദ് പഠിപ്പിക്കുന്ന, ഇസ്ലാം കാര്യങ്ങളെ പഠിപ്പിക്കുന്ന, ദീൻ കാര്യങ്ങളെ പഠിപ്പിക്കുന്ന 3 സദസ്സ് കാണുകയാണ്. മസ്ജിദ് നബവിയുടെ 3 ഭാഗത്ത് 3 സദസ്സ് നടക്കുകയാണ്. ഒന്നാമത്തെ സദസ്സിന് നേതൃത്വം കൊടുക്കുന്നത് ഉർവത്ത് ഇബ്നു സുബൈറാണ്. രണ്ടാമത്തെ സദസ്സിന് നേതൃത്വം കൊടുക്കുന്നത് അബ്ദുല്ലാഹ് ഇബ്നു ഉത്ബയാണ്. മൂന്നാമത്തെ സദസ്സിന് നേതൃത്വം കൊടുക്കുന്നത് സഈദ് ഇബ്നു മുസയ്യിബാണ്. ആ സഈദ് ഇബ്നു മുസയ്യിബാണ് നമ്മുടെ ഇന്നത്തെ കഥാപുരുഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഈദ് ഇബ്നു മുസയ്യിബ് ഏറ്റവും വലിയ പണ്ഡിതനാണ്. 40 കൊല്ലമായി ഒരു ജമാഅത്ത് പോലും നഷ്ടപ്പെടുത്താത്ത സഈദ് ഇബ്നു മുസയ്യിബ് ആലോചിക്കണം. 40 കൊല്ലമായി തന്റെ വീടിന്റെയും പള്ളിയുടെയും ഇടയിലല്ലാത്ത മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം നടന്നില്ല. വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക്, പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക്, ഇതല്ലാതെ 40 വർഷത്തിനുള്ളിൽ സഈദ് ഇബ്നു മുസയ്യിബ് മറ്റൊരു വഴിയിലൂടെ പ്രവേശിച്ചിട്ടില്ല. ആ സഈദ് ഇബ്നു മുസയ്യിബ് 40 പ്രാവശ്യം അല്ലാഹുവിന്റെ കഅബ തവാഫ് ചെയ്ത, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഹറമിൽ നിലകൊള്ളുന്ന കഅബ തവാഫ് ചെയ്ത, പരിശുദ്ധമായ മഖബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്ത സഈദ് ഇബ്നു മുസയ്യിബ് ആലോചിക്കണം. ഇവിടെ ഇതാ ഈ സദസ്സിൽ ഈ സഈദ് ഇബ്നു മുസയ്യിബിന്റെ സദസ്സ് നടന്നുകൊണ്ടിരിക്കെ മസ്ജിദ് നബവിയുടെ ചാരത്തൊരു കൂടാരമുണ്ടാക്കി അതിനുള്ളിൽ കഴിയുന്ന രാജാവായ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ. ആ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ തന്റെ ശിഷ്യന്റെ അടിമയായ മൈസറെ വിളിക്കുകയാണ്. മൈസറ, ഒന്ന് ഇങ്ങോട്ട് വാ, ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുകയാണ്, എനിക്ക് ഇൽമു പറഞ്ഞു തരാൻ ഈ മസ്ജിദ് നബവിയിൽ 3 പണ്ഡിതന്മാരിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചെന്ന് അന്വേഷിക്ക്. മൈസറയെ വിളിച്ചു കാര്യം പറഞ്ഞ് അബ്ദുൽ മലിക് ഇബ്നു മർവാൻ അടിമയായ മൈസറ മസ്ജിദ് നബവിയിൽ കയറുകയാണ്. 3 ആളുകളുടെ ക്ലാസ് നടക്കുന്ന മസ്ജിദ് നബവിയിൽ ആ സമയത്ത് ഒരേ ഒരു ക്ലാസ് മാത്രമാണ് നടക്കുന്നത്. ആരുടെ ക്ലാസ്സാണ്? സഈദ് ഇബ്നു മുസയ്യിബിന്റെ ക്ലാസ്സാണ്. അകലെ നിൽക്കുന്ന ഗുരുവിന്റെ മുഖത്തേക്ക് സദസ്സിന്റെ ഇപ്പുറത്ത് നിന്നുകൊണ്ട് അടിമയായ മൈസറ ചുണ്ട് വിളിക്കുകയാണ്, ഒന്നിങ്ങോട്ട് വരണേ, രാജാവ് വിളിക്കുന്നുണ്ട് എന്ന് ആംഗ്യം കാണിച്ച് പറയുമ്പോ സഈദ് ഇബ്നു മുസയ്യിബ് ശ്രദ്ധിക്കുന്നില്ല. താൻ എത്ര വിളിച്ചാലും സഈദ് ഇബ്നു മുസയ്യിബ് വരില്ല എന്ന് മനസ്സിലാക്കിയ അടിമ സഈദ് ഇബ്നു മുസയ്യിബിന്റെ അരികിലെത്തി കാതിൽ മന്ത്രിക്കുകയാണ്. അബ്ദുൽ മലിക് ഇബ്നു മർവാൻ വിളിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് ക്ലാസ് എടുത്തു കൊടുക്കാൻ അദ്ദേഹത്തിന്റെ അരികിലേക്ക് ചെല്ലണം എന്നാണ് രാജാവ് പറയുന്നത്. സഈദ് ഇബ്നു മുസയ്യിബ് അടിമയായ മൈസറിന്റെ മുഖത്ത് നോക്കി പറയുകയാണ്, ഈ സഈദ് ഇബ്നു മുസയ്യിബിന് ഒരു രാജാവിന്റെ കാലിൽ നിൽക്കേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തിന് ഇൽമാണ് ആവശ്യമെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ, ഈ സദസ്സിൽ ഇനിയും ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഇവിടെ വന്നിരിക്കാൻ പറ. എന്നാൽ സഈദ്
ബിൻ മുസയ്യിബ് ക്ലാസ് എടുത്ത് കൊടുക്കാമെന്ന് പറയുമ്പോ ഈ വിവരവുമായി മൈസർ പോയി ആരുടെ അരികിലേക്ക്? അബ്ദുൽ മലിക് ബിൻ മർവാന്റെ അരികിൽ ചെന്ന് പറയുകയാണ്, അദ്ദേഹം വരാൻ കൂട്ടാക്കുന്നില്ല, അദ്ദേഹത്തിന് വരാൻ ഉദ്ദേശമില്ല, അദ്ദേഹം എന്നോട് പറഞ്ഞത് താങ്കൾക്ക് ഇൽമു വേണമെങ്കിൽ അങ്ങോട്ട് ചെല്ലണം എന്നാണ് പറഞ്ഞത്, അതാണ് ഇൽമിന്റെ മഹത്വം എന്ന് പറഞ്ഞത് എന്ന് പറയുമ്പോ അബ്ദുൽ മലിക് ബിൻ മർവാൻ ക്ഷുഭിതനാവാതെ താഴ്മയോട് കൂടി പറയുകയാണ്, യാ മൈസറ, നീ എന്ന് വിചാരിച്ചു അത് സഈദ് ബിൻ മുസയ്യിബാണ്? അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യത്തിന് വേണ്ടി മറ്റൊരാളുടെ കാല് പിടിക്കാതെ സഈദ് ബിൻ മുസയ്യിബാണ്. രാജാവിന് വേണ്ടി ക്ലാസ് എടുത്തു കൊടുത്താൽ കൈനിറയെ സമ്പത്ത് കിട്ടുമെന്ന് കരുതി ദുനിയാവിനെ മോഹിച്ച് ഓടി വരുന്ന സഈദ് ബിൻ മുസയ്യിബ് അല്ലത്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞ് സഈദ് ബിൻ മുസയ്യിബിന്റെ ക്ലാസ്സിൽ പോയിരുന്നു ആര്? അബ്ദുൽ മലിക് ബിൻ മർവാൻ. ആലോചിക്കണം, ദിവസങ്ങൾ കടന്നുപോയി. അബ്ദുൽ മലിക് ബിൻ മർവാന്റെ പുത്രനായ വലീദ്, വിവാഹപ്രായമെത്തിയ വലീദ്, ആ വലീദ് ഇദ്ദേഹത്തോട് പറയുകയാണ്, ഗുരുനാഥനായ സഈദ് ബിൻ മുസയ്യിബിനോട് പറയുകയാണ്, എന്റെ മകനെ നിങ്ങളുടെ മകളുമായി കല്യാണം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളൊന്ന് എനിക്ക് വിവാഹം ചെയ്തു തരണം. എന്റെ മകനും നിങ്ങളുടെ മകളും രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ മകനും ഫഖീറായി ജീവിക്കുന്ന ആലിമുകളിൽ പ്രശസ്തനായ മദീന പള്ളിയിലെ പണ്ഡിത കേസരിയുടെ മകളും. ഉടൻ തന്നെ സഈദ് ബിൻ മുസയ്യിബ് വിസമ്മതം പറയുകയാണ്, ഞാൻ ഒരുക്കമല്ല, ഞാൻ അതിന് തയ്യാറല്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ അന്വേഷണം അവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെയും ദിവസങ്ങൾ കടന്നു പോവുകയാണ്. ആലോചിക്കണം, ഈ സഈദ് ബിൻ മുസയ്യിബിന്റെ ക്ലാസ്സിലേക്ക് ദിനം പ്രതി വരുന്ന അബൂ വദാഅ എന്ന് പേരുള്ള ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് ദിവസമായി അബൂ വദാഅയെ കാണാനില്ല. ഇവിടെ പോയി അബൂ വദാഅ? എന്റെ ശിഷ്യനായ അബൂ വദാഅ, സ്ഥിരം ഈ ക്ലാസ്സിൽ വരുന്ന അബൂ വദാഅ, എന്തേ അബൂ വദാഅക്ക് സംഭവിച്ചത്? ആലോചിക്കണേ, അബൂ വദാഅ ദിവസങ്ങൾക്ക് ശേഷം സഈദ് ബിൻ മുസയ്യിബിന്റെ ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കുകയാണ്, എന്തേ ഇത്രയും കാലം താങ്കൾ എന്റെ ക്ലാസ്സിൽ വരാതിരുന്നത്? അബൂ വദാഅ പറയുകയാണ്, ഗുരുനാഥരെ, എന്റെ ഭാര്യ ലോകത്തോട് വിട പറഞ്ഞു പോയി, എന്റെ ഭാര്യ ലോകത്തോട് വിട പറഞ്ഞു പോയി എന്ന് പറയുകയാണ് ആര്? അബൂ വദാഅ. ആലോചിക്കണം, ആലോചിക്കേണ്ട വിഷയമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിലെ ഒന്നാം തരം ശാസ്ത്രകാരനായ ഐൻസ്റ്റൈൻ പോലും തന്റെ ഭാര്യ മരിച്ചപ്പോൾ ഐ ഫീൽ കംഫർട്ടബിൾ നൗ, എനിക്കിപ്പോൾ ആശ്വാസം തോന്നുന്നു എന്ന് പറഞ്ഞ ഐൻസ്റ്റൈൻ ഇവിടെ ഇതാ ഭാര്യ മരിക്കുമ്പോൾ സങ്കടപ്പെടുന്ന ഈമാനുള്ള അബൂ വദാഅ ഗുരുനാഥന്റെ മുന്നിൽ പറയുമ്പോൾ ഗുരുനാഥൻ പറയുകയാണ്, എന്തുകൊണ്ടാണ് അബൂ വദാഅ എന്നോട് താങ്കളത് പറയാതിരുന്നത്? എന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ മസ്ജിദുൻ നബവിയിൽ ക്ലാസ് കേൾക്കാൻ വരുന്ന എല്ലാവരെയും കൂട്ടി നിന്റെ ഭാര്യയുടെ മയ്യിത്ത് നമസ്കാരത്തിന്, ജനാസ നമസ്കാരത്തിന് ഞങ്ങൾ ഒരുമിച്ച് വരുമായിരുന്നല്ലോ എന്ന് പറയുമ്പോ അബൂ വദാഅ ഒന്നും മിണ്ടാതെ ഗുരുവിന്റെ മുന്നിൽ തല താഴ്ത്തി നിൽക്കുകയാണ്. എന്തുത്തരം കൊടുക്കാൻ? പക്ഷേ എങ്കിലും ആശ്വാസത്തിന്റെ വചനമാണ്. ഇത് കേൾക്കുമ്പോ അബൂ വദാഅ തല താഴ്ത്തി നിൽക്കുന്ന അബൂ വദാഅ ആ അബൂ വദാഅയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കുകയാണ് ഗുരുനാഥനായ സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. സഈദ് ബിൻ മുസയ്യിബ് അല്പനേരത്തിന് ശേഷം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇനിയും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? രണ്ടാമതായ ഒരു വിവാഹാലോചനക്ക് താങ്കൾ തയ്യാറാണോ എന്ന് പറയുമ്പോ അബൂ വദാഅ പറയുകയാണ്, ഞാൻ എങ്ങനെയാണ് വിവാഹം കഴിക്കുക? കാരണം ഞാൻ ഫഖീറുകളിലെ ഫഖീറാണ്, ഞാൻ ദരിദ്രരിലെ ദരിദ്രനാണ്. ഇന്നും എനിക്ക് 3 ദിർഹമിലേറെ സമ്പാദിക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തവനാണ് ഞാൻ. ഒരു ദിവസം സമ്പാദിച്ചാൽ ഏറിപ്പോയാൽ 3 ദിർഹം, കുറഞ്ഞു പോയാൽ 2 ദിർഹം, ഇത്രയേ ഇന്നും ഈ അബൂ വദാഅയുടെ സമ്പത്തുള്ളൂ എന്ന് ഗുരുനാഥൻ പറയുമ്പോ അബൂ വദാഅയുടെ മുഖത്ത് നോക്കി ഗുരുനാഥനായ സഈദ് ബിൻ മുസയ്യിബ് പറഞ്ഞ വാക്കിലേക്ക് എന്റെ ബഹുമാനികളായ മാതാപിതാക്കളെ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. അബൂ വദാഅയോട് അദ്ദേഹം പറയുകയാണ്, എന്റെ മകളെ താങ്കൾക്ക് ഞാൻ വിവാഹം കഴിച്ചു തരാം. അത്ഭുതത്തോടുകൂടി അബൂ വദാഅ ചോദിക്കുകയാണ്, ഡമസ്കസിന്റെ ഭരണാധികാരിയായ വലീദ് ബിൻ ഡമസ്കസിന്റെ ഭരണാധികാരിയായ അബ്ദുൽ മലിക് ബിൻ മർവാൻ, മർവാന്റെ പുത്രൻ അബ്ദുൽ മലിക്കിന്റെ മകനായ വലീദ് ചോദിച്ചപ്പോൾ കൊടുത്തില്ല നിങ്ങൾ നിങ്ങളുടെ മകളെ. എന്നിട്ട് ഈ മദീനയിലെ പാവങ്ങൾക്കിടയിൽ ഒരു പാവമായി, സാധുക്കൾക്കിടയിൽ
ഇടയിൽ ഒരു സാധുവായി ജീവിക്കുന്ന എന്നെയാണോ നിങ്ങളുടെ മരുമകനായി താങ്കൾ തെരഞ്ഞെടുക്കുന്നത്? ഈ വാർത്ത ശരി തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ ഉസ്താദ് പറയുകയാണ്, ഗുരുനാഥൻ പറയുകയാണ്, അതെ. എന്തുകൊണ്ടെന്നാൽ ഞാൻ നോക്കുന്നത് സമ്പത്തല്ല, ഞാൻ നോക്കുന്നത് സൗന്ദര്യമല്ല, ഞാൻ നോക്കുന്നത് നിന്റെ ദീനാണ്, ഞാൻ നോക്കുന്നത് നിന്റെ ദീനാണ്, നിന്റെ സ്വഭാവമാണ്. അത് രണ്ടുമുണ്ട്, അതിന് നിങ്ങൾ മുൻതൂക്കം കൊടുക്കണേ എന്ന് പറഞ്ഞ മുസ്തഫാന്റെ വാക്കിനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അബ്ദുൽ മലിക് ഇബ്നു മർവാന്റെ പുത്രനുള്ള സാമ്പത്തിക ശേഷി ഒരു പക്ഷേ നിങ്ങൾക്കില്ലാതിരിക്കാം. നിങ്ങളുടെ പരിതസ്ഥിതി ഞാൻ അറിയുന്നവനാണ്. പക്ഷെ നിങ്ങൾക്ക് ദീനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരുന്നത് എന്ന് പിതാവായ തന്റെ ഭാര്യയുടെ പിതാവായ അദ്ദേഹം പറയുമ്പോൾ ആലോചിക്കണം എന്താണ് ഞാൻ മഹറായി നൽകുക? ഒന്നും വേണ്ട, രണ്ട് മഹറിന് പകരമായി കൊണ്ട് മസ്ജിദുൻ നബവിയിൽ ഒരുമിച്ച് കൂടിയിരുന്ന ശിഷ്യഗണങ്ങളെ അടുത്തേക്ക് വിളിച്ചിരുത്തിക്കൊണ്ട് 2 ദിർഹമിന് പകരമായി കൊണ്ട് 2 ദിർഹം മഹറിന് പകരമായി കൊണ്ട് അവിടെ വെച്ച് അബൂ സഈദ് ബിൻ മുസയ്യിബ് അബൂ വദാഅയെ തന്റെ മരുമകനായി പ്രഖ്യാപിക്കുകയാണ്, കല്യാണം കഴിച്ചു കൊടുക്കുകയാണ്. ഈ പള്ളിയിൽ നിക്കാഹിന്റെ ചടങ്ങിന് ശേഷം വീട്ടിലെത്തി ആര്? അബൂ വദാഅ. അന്ന് നോമ്പുകാരനാണെന്ന് മനസ്സിലാക്കണം. വീട്ടിലെത്തി മഗ്രിബ് നമസ്കാരത്തിന് ശേഷം അല്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി, റൊട്ടി പാചകം ചെയ്യാൻ വേണ്ടി അടുപ്പത്തേക്ക് കലം വെച്ചു പോയി ആര്? അബൂ വദാഅ. പാചകം തയ്യാറായപ്പോൾ സുത്രയിലേക്ക് ഈ ഭക്ഷണം വെച്ച് ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഇശാ നമസ്കാരത്തിന്റെ ശേഷം വാതിൽ ഒരു മുട്ട് കേൾക്കുന്നത്. വാതിലൊരു ശബ്ദം കേൾക്കുമ്പോൾ അബൂ വദാഅ അടുപ്പത്ത് വെച്ച പാത്രത്തിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി സുത്രക്കരികിൽ ഇരുന്നിട്ടുണ്ട്. അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. കതക് തുറക്കുന്നതിന് മുമ്പ് ചോദിച്ചു, ആരാണ്? ആലോചിക്കണം. ആ സമയത്ത് പുറത്തു നിന്ന് ഉത്തരം പറയുകയാണ്, ഇത് സഈദാണ്. അബൂ വദാഅയുടെ മനസ്സിലേക്ക് ഒരുപാട് പേരുകൾ ഓടിയെത്തി. ആരാണ് സഈദ്? മദീനയിൽ സഈദ് എന്ന പേരുള്ള ഒരുപാട് പേരുണ്ട്, പക്ഷേ ഈ സഈദ് ആരാണെന്ന് മനസ്സിലായില്ല. അപ്പോഴാണ് കതക് തുറന്നു നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്നത് ഗുരുനാഥനായ സഈദ് ബിൻ മുസയ്യിബാണ്. അത്ഭുതപ്പെട്ടു പോയി. എന്താണ് അത്ഭുതത്തിന്റെ ചേതോവികാരം എന്നറിയുമോ? കാരണം 40 കൊല്ലമായി തന്റെ വീടിന്റെയും പള്ളിയുടെയും ഇടയിൽ മറ്റൊരു സ്ഥലത്തേക്ക്, ഈ ഒരു സ്ഥലമല്ലാതെ മറ്റൊരു സ്ഥലത്തേക്ക് സഈദ് ബിൻ മുസയ്യിബ് പോയിട്ടില്ല. അതുകൊണ്ടാണ് എന്റെ വീടിന്റെ മുന്നിൽ വന്ന സഈദ് ബിൻ മുസയ്യിബ് എന്ന ഗുരുനാഥന്റെ ചിത്രം മനസ്സിലേക്ക് ഓടിയെത്താതിരിക്കാനുള്ള കാരണം. ഈ സഈദ് ബിൻ മുസയ്യിബ് പറയുകയാണ്, ഇന്ന് പകൽ മസ്ജിദുൻ നബവിയിൽ വെച്ച് എന്റെ മകളെ നിങ്ങൾക്ക് ഞാൻ ഇണയാക്കി തന്നു. നിങ്ങൾ ഈ വീട്ടിൽ ഒറ്റക്കാണ് കഴിയുന്നത് എന്നെനിക്കറിയാം. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ തനിച്ച് കഴിയണ്ട എന്ന് പറഞ്ഞ് തന്റെ പിന്നിൽ നിർത്തിയ മകളെ ഈ സഈദ് ബിൻ മുസയ്യിബ് തന്റെ മരുമകനായ അബൂ വദാഅക്ക് നൽകുകയാണ്. ബിസ്മി ചൊല്ലി കയറണേ എന്ന് ഭാര്യയോട് പറഞ്ഞു. ആര്? അബൂ വദാഅ. വീട്ടിനകത്തേക്ക് വധുവായ ഈ ഗുരുനാഥന്റെ സഈദ് ബിൻ മുസയ്യിബിന്റെ മകൾ പ്രവേശിക്കുകയാണ്. നാണത്തോടുകൂടി വീട്ടിനകത്ത് നിൽക്കുകയാണ്. മകളെ ഏൽപ്പിച്ചുകൊണ്ട് ഗുരുനാഥനായ സഈദ് ബിൻ മുസയ്യിബ് പള്ളിയിലേക്ക് നടക്കുകയാണ്. ഈ വധുവിനെ എങ്ങനെ സ്വീകരിക്കണം എന്നറിയാതെ അന്തിച്ചു നിന്ന് പോയി അബൂ വദാഅ എന്ന ഫഖീർ. ആലോചിക്കണം. ആ സഹോദരി തന്റെ ഭാര്യയെ വീട്ടിനകത്ത് വെച്ച് അയൽവാസികളെ വിളിച്ചു വരികയാണ്. മദീന പള്ളിയിൽ നിന്ന് നടന്ന കാര്യങ്ങൾ മുഴുവനും, നിക്കാഹിന്റെ വിവരങ്ങൾ മുഴുവനും എല്ലാവരോടും പറയുകയാണ്. അയൽവാസികളായ സ്ത്രീകളതാ അബൂ വദാഅയുടെ വീട്ടിനകത്തേക്ക് പ്രവേശിച്ച് ആ ഭാര്യയെ സ്വാഗതം ചെയ്യുകയാണ്. അബൂ വദാഅ അവിടെ ഒരുമിച്ച് കൂടിയ അയൽവാസികളോട് പറഞ്ഞു, നിങ്ങളൊന്ന് അവൾ ശ്രദ്ധിക്കണേ, ഞാൻ എന്റെ മാതാവിനെ ഒന്ന് വിളിച്ചു കൊണ്ടുവരട്ടെ. ആ മാതാവിനെ വിളിച്ചു കൊണ്ടുവന്നു. അപ്പോൾ മാതാവ് പറഞ്ഞു, എന്റെ മോളെ, എന്തൊരത്ഭുതമാണ്. രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ മകനെ ആലോചിച്ചതിന് വിധിയില്ലാതെ പാവപ്പെട്ട എന്റെ മകനെ ഇണയാവാനാണല്ലോ നിനക്ക് ഭാഗ്യമുണ്ടായത്. അതുകൊണ്ട് എന്റെ മോളെ അല്ലാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ അബൂ വദാഅയുടെ മാതാവ്
അദ്ദേഹം ആ സ്ത്രീയോട് പറയുകയാണ്, ഭാര്യയോട് പറയുകയാണ്, 3 ദിവസത്തിന് ശേഷമാണ് അബൂ വദാഅക്ക്, ആലോചിക്കണം നിങ്ങൾ, അബൂ വദാഅക്ക് തന്റെ പത്നിയെ ആ ഉമ്മ കൈമാറുന്നത് 3 ദിവസത്തിന് ശേഷം. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് എന്തെന്നാൽ, അബൂ വദാഅ പിന്നീടുള്ള ചരിത്രത്തിൽ പറയുന്നുണ്ട്, ഞാൻ എന്റെ ഭാര്യയെ സമീപിച്ചു, അൽഹംദുലില്ലാഹ് അവൾ ഖുർആൻ മുഴുവനും മനപ്പാഠമായ പെണ്ണാണ്, ഞാൻ അല്ലാഹുവിനെ ഒരുപാട് സ്തുതിച്ചു, ഹദീസ് ചോദിക്കുമ്പോഴോ എല്ലാ ഹദീസും മനപ്പാഠമുള്ള പെണ്ണാണ്, ഇതിലേറെ എന്ത് ഭാഗ്യമാണ് എനിക്ക് വേണ്ടത്, മദീന സ്ത്രീകളിൽ വെച്ച് ഏറ്റവും സൗന്ദര്യവതിയായ പെണ്ണാണ് എന്റെ പെണ്ണ്. പിന്നെയും ഈ സഈദ് ബിൻ മുസയ്യിബ് എന്ന ഗുരുനാഥന്റെ സദസ്സിലേക്ക് അബൂ വദാഅ പോവാറുണ്ട്. ഒരു ദിവസം തന്റെ മരുമകനെ കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, എങ്ങനെയുണ്ട് നിങ്ങളുടെ ദാമ്പത്യ ബന്ധം, എങ്ങനെയാണത് സുഖകരമായി മുന്നോട്ട് പോകുന്നുണ്ടോ അബൂ വദാഅ? ഉടൻ തന്നെ പറയുകയാണ്, ഗുരുനാഥരെ, നിങ്ങൾ ലോകത്ത് വെച്ചൊരു മനുഷ്യന് കൊടുക്കാൻ പറ്റിയ, ഒരു പാവപ്പെട്ട ഫഖീറിന് കൊടുക്കാൻ പറ്റിയ 1-ാം തരം ഹദിയയാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. ഞാൻ നിങ്ങളുടെ മകളുടെ കാര്യത്തിൽ അഭിമാനിക്കുകയാണ്, അല്ലാഹുവിനാണ് സർവ്വസ്തുതിയും എന്ന് പറയുമ്പോ അബൂ വദാഅയുടെ മുന്നിൽ നിന്ന് ഭാര്യയുടെ പിതാവായ ഈ സഈദ് ബിൻ മുസയ്യിബിന്റെ കണ്ണുകൾ നിറയുകയാണ്. അദ്ദേഹം 2 കൈകളും ആകാശത്തേക്ക് ഉയർത്തിയിട്ട് അൽഹംദുലില്ലാഹ് 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 എന്ന് ഉരുവിട്ടുപോയി. എന്തുകൊണ്ടെന്നാൽ എന്റെ മകൾ ഞാൻ ഏൽപ്പിച്ചു കൊടുത്ത എന്റെ മരുമകന് നല്ല ദീനിയാണെന്ന ബോധം കൊണ്ട്, ആ മരുമകന് എന്റെ മകളെ ഇഷ്ടമായി എന്ന കാരണം കൊണ്ട് അല്ലാഹുവിനെ സ്തുതിച്ചു പോയി. പിതാവായ സഈദ് ബിൻ മുസയ്യിബ് നമ്മൾ ആലോചിക്കേണ്ട വസ്തുതയാണ്, പിതാവിന്റെ ശ്രദ്ധയാണ്. മകളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന വിഷയത്തിലെ ജാഗ്രത കൊണ്ടാണ്. ഏത് പുരുഷന്റെ കരത്തിലാണ് ഇന്ന് എന്റെ മകളെ ഏൽപ്പിക്കേണ്ടത്? അവന്റെ വീടിന് ഇരുനിലയുണ്ടോ? അവന് വലിയ വാഹനമുണ്ടോ? അവന് വലിയ ആസ്തിയുണ്ടോ? അവന് വലിയ ഭൂമിയുണ്ടോ? അവന് കച്ചവട സ്ഥാപനങ്ങളുണ്ടോ? അവന് ബിസിനസ് മാർക്കറ്റുകളുണ്ടോ? അവന് സൂപ്പർ മാർക്കറ്റുകളുണ്ടോ? അവൻ എഞ്ചിനീയറാണോ? അവൻ ഡോക്ടറാണോ? അവൻ എംടെക്കാരനാണോ? അവൻ സോൾജിയറാണോ? അവൻ പട്ടാള മേധാവിയാണോ? അവൻ പോലീസുകാരനാണോ? എന്ന തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ മേനി പറയാൻ തന്റെ മകളെ കെട്ടിച്ചേക്കുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, സഈദ് ബിൻ മുസയ്യിബിന്റെ പാഠത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.